മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അലീന മനുവിനെ ഫോൺ ചെയ്ത് വിവരങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. മനുവേട്ടൻ വിചാരിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് അലീനയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. എന്നിരുന്നാലും മനു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അലീനയ്ക്ക് നല്ല ടെൻഷനുമുണ്ട്. കാരണം ആ SIക്ക് തന്നോടും തൻ്റെ കുടുംബത്തിനോടും എന്തെന്നില്ലാത്തൊരു വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ആ കേസിന് തൻ്റെ കുടുംബത്തെ അതിൽ പെടുത്തി കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു അന്ന് അദ്ദേഹം വിചാരിച്ചത്. ഇപ്പോഴിതാ അമ്മയുടെ പേരിലും. അതും ഒരിക്കലും അമ്മ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കേസ് കറങ്ങി തിരിഞ്ഞ് തൻ്റെ തലയിൽ തന്നെ വരുമെന്ന്. അലീന എല്ലാ ചിന്തകൾക്കും ഒടുവിൽ കൃഷ്ണമോളുടെ വിളി കേട്ടിട്ടാണ് ആ ചിന്തകളിൽ നിന്നും മറികടന്ന് തിരിഞ്ഞു നോക്കുന്നത്. ചേച്ചി, എന്തൊരു ഇരിപ്പായത് ചേച്ചി, ഞാൻ എത്ര സമയമായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അലീനയ്ക്ക് മനസ്സിലായത് തന്നെ അവൾ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിരുന്നു. മോളെ, ഞാൻ അമ്മയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എനിക്ക് നേരിട്ട് ഇതിൽ ഇടപെടാനായിട്ട് ഒരു കാരണവശാലും കഴിയില്ല. ഇതിൽ അച്ഛൻ പോലും എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിലൊട്ടും ഉണ്ടാവാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും മനുവേട്ടനെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്ത് പറഞ്ഞു ചേച്ചി? എന്നിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാമെന്ന് മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ നോക്കട്ടെ എന്നാണ് മോളെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാനിത് പറയുമ്പോഴേക്കും മനുവേട്ടനെ അത് ശരിയാക്കി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. മനുവേട്ടനിനി മനുവേട്ടൻ്റെ അച്ഛനോടും വല്യച്ഛനോടും ഒക്കെ സംസാരിക്കുമായിരിക്കും. എന്നിട്ട് അവർ വക്കീലിനെ കണ്ടിട്ട് വക്കീലിനോട് ഇതിൻ്റെ നിയമ നടപടിയൊക്കെ ചോദിക്കണമല്ലോ. പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുന്ന വകുപ്പൊന്നുമല്ല ഇത് എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേട്ടനും വലിയ ദേഷ്യത്തിൽ തന്നെയാണ് ചേച്ചി. എന്തായാലും അവർ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയെയും ഇവിടെ നിന്ന് ചേച്ചിയുടെ പപ്പയുടെ അടുത്തേക്ക് ആക്കി തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനാണെന്ന് തോന്നുന്നു ചേച്ചിയോട് താഴേക്ക് വരാനായി അച്ഛൻ പറഞ്ഞു. അതാ ഞാൻ ചേച്ചിയെ വിളിക്കാൻ വന്നത്. ഓ ശരി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ ബബിതയും ബാലചന്ദ്രനും രോഹിത്തും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെയും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അലീന ശരണ്യയെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ശരണ്യ മുത്തശ്ശിയുടെ മുറിയിലാണ് യാത്ര പറയാനായിട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോള് പോയി ശരണ്യയെ വിളിച്ചിട്ട് വായോ, നമുക്ക് പോവാൻ സമയമായില്ലേ, ഇവർക്ക് ട്രെയിൻ വരാനുള്ള സമയമൊക്കെ ആവും, അപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ മുഖഭാവം കണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, മുഖത്തിന് ഒരു തെളിമ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, ഇതെന്ത് ചോദ്യം അച്ഛാ ഈ പറയുന്നത്? ചേച്ചിക്ക് പിന്നെ ടെൻഷനും വിഷമവും ഇല്ലാതിരിക്കുമോ? ചേച്ചി എത്ര സന്തോഷത്തോടു കൂടി വന്നതാ, എന്നിട്ടിപ്പോൾ ചേച്ചിയുടെ അമ്മയെ, ഞങ്ങളുടെ അമ്മയല്ലേ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ചേച്ചിക്ക് കാണേണ്ടി വന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരണ്യയ്ക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ശരണ്യ തിരുത്തിയൊന്നും ചോദിക്കുന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ്ണമോൾ ചെല്ലുമ്പോൾ മുത്തശ്ശിയും ശരണ്യയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ശരണ്യയോട് പറയുന്നുണ്ട്, മോള് ഇത്രയും ദിവസമായി ഇവിടെ വന്നെങ്കിലും മുത്തശ്ശിക്ക് കാര്യമായിട്ട് മോളോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. വൈജയ്ക്ക് അതിഷ്ടപ്പെടില്ല. അവൾക്ക് നിങ്ങളെല്ലാവരും തന്നെ സ്നേഹത്തോടുകൂടിയൊക്കെ കഴിയുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യമാണ്. ആ ദേഷ്യം വന്ന് തീർക്കുന്നതും സംസാരിച്ച് മനസ്സൊന്ന് ശാന്തമാക്കുന്നതും എൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് മോളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാനോ കാണാനോ ഒക്കെ ഞാൻ നിൽക്കാതിരുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം മുത്തശ്ശി, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ എല്ലാവരും പറഞ്ഞിരുന്നു രോഹിത്തേട്ടൻ്റെ അമ്മ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നതെന്നൊക്കെ. പക്ഷേ ഞാനെന്തോ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ അമ്മയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സാരില്ല, എന്തായാലും ആ അമ്മ പറഞ്ഞതുപോലെ
എൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നല്ലോ മുത്തശ്ശി തെറ്റുകളൊക്കെ. അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് തിരുത്താൻ സാധിച്ചു. അല്ലെങ്കിൽ ഇതിലും വലുത് എനിക്ക് വന്നു പോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ശരണ്യയോട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതേ മതി കരഞ്ഞതൊക്കെ, ദേ അപ്പുറത്തേക്ക് വിളിക്കുന്നുണ്ട്, പോകാനായിട്ടുള്ള സമയമായിന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞ് വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി പോയിട്ടിനി എപ്പോഴെങ്കിലും വരാട്ടോ, എപ്പോഴും ഇടയ്ക്കൊക്കെ വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ വന്നത് കാരണമല്ലേ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അത് അത്രയും വലിയ പ്രശ്നങ്ങൾ എന്താ മോളെ ഉണ്ടായത്? അതിപ്പോൾ വൈജയുടെ ദേഷ്യമല്ലേ, അത് നീ പോയി കഴിയുമ്പോൾ അങ്ങ് മാറിയേക്കും എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇവിടെ പോലീസ് വന്നതും അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടൊന്നും നിൽക്കുന്നുമില്ല. അപ്പോൾ തിരിഞ്ഞ് രണ്ടാളും മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശി കൃഷ്ണമോളെ വിളിക്കുകയാണ്. കൃഷ്ണേ, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ കൃഷ്ണ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി കൃഷ്ണയോട് ചോദിക്കുകയാണ്, അവിടെ എന്താ മോളെ നേരത്തെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ കേട്ടല്ലോ, ആരാ അവിടെ വന്നേ? പരിചയമില്ലാത്ത സ്വരങ്ങളൊക്കെയാണ് കേട്ടത്. വണ്ടി വരുന്നതും പോകുന്നതും വൈജയുടെ സംസാരമൊക്കെ കേട്ടിരുന്നു. ആരാ വന്നത്? വൈജ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾക്ക് പെട്ടെന്ന് എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ ആയി. അപ്പോൾ ഡോറിൻ്റെ അവിടെ സൈഡിൽ നിന്നിട്ട് ശരണ്യയും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയ്ക്ക് അപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലായത് മുത്തശ്ശി ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന്. ശരണ്യ ഉടനെ തന്നെ അച്ഛൻ്റെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൃഷ്ണമോള് ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നിൻ്റെ അമ്മ എവിടെ പോയിന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുകയാണ്, മുത്തശ്ശി അത് നേരത്തെ വന്നതേ അമ്മയുടെ ബാങ്കിലുള്ള കുറച്ച് ടീമായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ അമ്മയും അവരോടൊപ്പം പോയിരിക്കുക. അമ്മ എന്തോ നെക്സ്റ്റ് വീക്ക് തുടങ്ങി ബാങ്കിൽ ഡ്യൂട്ടിക്ക് കയറുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും. കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് പോരുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ഇതെല്ലാം ചോദിച്ച വിവരമൊക്കെ ബാലചന്ദ്രനോടും മറ്റുള്ളവരോടുമായിട്ട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ കൃഷ്ണമോൾ അവിടേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല അച്ഛാ. അപ്പോൾ എൻ്റെ നാവിൽ വന്നത് അമ്മയുടെ ബാങ്കിലുള്ള ടീം വന്നു, അവരോടൊപ്പം അമ്മ പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ എനിക്കൊന്നും പറഞ്ഞൊപ്പിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പോഴാണ് ബാലചന്ദ്രന് അലീന മനുവിനെ വിളിക്കാൻ പോയ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ അലീനയോട് തിരിഞ്ഞു നിന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി നിൻ്റെ മനുവേട്ടൻ എന്ത് പറഞ്ഞു നിൻ്റെ അമ്മയെ ഇറക്കുന്ന കാര്യം? അപ്പോൾ അലീന പറയുന്നുണ്ട്, പെട്ടെന്നൊന്നും പറഞ്ഞില്ല അച്ഛാ, മനുവേട്ടൻ അവിടെ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ച് വിളിച്ചോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അതേസമയം അലീനയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇറങ്ങാം, ഇവരെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലാക്കിയതിന് ശേഷം ഇവരെ ട്രെയിൻ പോയതിന് ശേഷം നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ആക്കി തരാം, എന്തായാലും നമുക്ക് ഇറങ്ങാൻ സമയമായി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീനയ്ക്കായാലും ബബിതയ്ക്കായാലും കൃഷ്ണമോൾക്കായാലും വല്ലാത്ത വിഷമമുണ്ട്. അവരോടൊപ്പം പോവാനായിട്ട് കൃഷ്ണമോൾ പറയുന്നുമുണ്ട്, ചേച്ചി പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാത്ത ഭാവത്തിൽ തന്നെ ബാലചന്ദ്രന് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ മൂന്നാളുടെയും മുഖഭാവം കണ്ട് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കൃഷ്ണമോളും ബബിതയും എന്നും ഒരേ പ്രശ്നങ്ങൾക്കിടയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സമാധാനത്തോടുള്ള കൂടിയുള്ളൊരു ജീവിതം ഒക്കെ കൈവിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവരൊന്ന് സന്തോഷിച്ച് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വൈജയെ ജാമ്യത്തിൽ ഇറക്കി മനു കൊണ്ടുവരുന്നത് വരെയെങ്കിലും അലീന ഇവിടെ നിൽക്കട്ടെ എന്ന്
ബാലചന്ദ്രന് മനസ്സുകൊണ്ട് തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുന്നുണ്ടോ അലീന എന്ന് ചോദിക്കുമ്പോൾ അലീനയുടെ മുഖം അപ്പോൾ തന്നെ അങ്ങോട്ട് ഒരു വിടർന്ന റോസാപ്പൂ പോലെ ആവുകയാണ്. അവൾ പറയുകയാണ്, അച്ഛാ, ഞാനിത് എങ്ങനെ അച്ഛനോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതെ ഇരുന്നിരുന്നത്. എനിക്ക് ഇപ്പോൾ പോണ്ട അച്ഛാ, ഇവർ രണ്ടാളും ആകെ വിഷമത്തിലാവും എല്ലാവരും കൂടി പോയി കഴിയുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷനും കൂടി അങ്ങനത്തെ അല്ലേ. എന്തായാലും അമ്മ വരുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ഒരു വിഷമം തോന്നുന്നുണ്ട്. അലീനയുടെ ഒരു മാനസിക ബുദ്ധിമുട്ടും ബാലചന്ദ്രന് നന്നായിട്ടറിയാം. അവൾക്ക് ഇവിടെ ഈ വീട്ടിൽ അവളുടെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് താല്പര്യമെന്നൊക്കെ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നിൻ്റെ പപ്പയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം, അതുകൂടാതെ നീയും കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാരെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുകയാണ്, വേണ്ട, വരാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലല്ലോ ആരും. ഞങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോളാം, അവിടെ ചെന്നിട്ട് ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് അലീനയ്ക്കരികിലേക്ക് നടന്നു വന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോഴാണ് ചേച്ചി ഒരു മനസ്സമാധാനമായത്. ഞാൻ അച്ഛനോട് എങ്ങനെയാണ് ചേച്ചി ഇവിടെ നിർത്തണമെന്ന് പറയുക എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. അച്ഛനായിട്ട് എൻ്റെ മനസ്സ് കണ്ട പോലെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു മനസ്സമാധാനം കിട്ടി, മനസ്സിലായ ടെൻഷനൊക്കെ അങ്ങ് മാറിക്കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാരോട് 3 പേരോടും യാത്ര പറഞ്ഞുകൊണ്ട് ശരണ്യയ്ക്കൊപ്പം രോഹിത് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം മനുവിനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് മനുവിനെ ഇതാരെ വിളിച്ചാണ് പറയേണ്ടത്, ഏത് വക്കീലിനെ പോയാണ് കാണേണ്ടത് എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ മനു വെല്ലിച്ചനെ തന്നെ വിളിക്കാൻ തീരുമാനിക്കുകയാണ്. മനു ഫോണെടുത്ത് ഗംഗാധരൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്യുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഗംഗാധരൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താടാ മോനെ പുതിയ വിശേഷങ്ങൾ? നിൻ്റെ കോള് കുറച്ച് ദിവസമായിട്ടൊന്നും കണ്ടിരുന്നില്ലല്ലോ. ഹരിയുടെ കേസിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടായോ? നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വഴിത്തിരിവ്? നീ അലീനയെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് അന്ന് ശിവനോട് സമ്മതിച്ചുവെന്ന് ശിവൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ ഞാനും ഒന്നും ചോദിക്കാനോ വിളിക്കാനോ ഒന്നും നിന്നില്ല. വയ്യടാ മോനെ, ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് തന്നെ തലക്ക് ഭ്രാന്തായി. അന്നേ കുറേ കാര്യങ്ങൾക്ക് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ച് നേർവഴി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് ഈ കടന്നു പോകുന്നതെന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ മനു വിളിച്ച സമയത്ത് തന്നെ തൻ്റെ മനസ്സിലുണ്ടായ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർക്കാണ് ഗംഗാധരൻ. അപ്പോൾ ഗംഗാധരനോടായിട്ട് മനു പറയുന്നുണ്ട്, എനിക്കറിയില്ല വെല്ലിച്ച, ഞാനിതൊക്കെ വെല്ലിച്ചനോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ, മൊത്തം നെഗറ്റീവ് മാത്രമാണ് ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുവിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ ബാക്കിയൊന്നും കേൾക്കണം എന്നില്ലാത്തൊരു ഭാവത്തിലായിരുന്നു ഗംഗാധരൻ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഒരിക്കലും മനു ഇങ്ങനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയോടുകൂടി തന്നെ വിളിക്കാറില്ലെന്നും. ഗംഗാധരന് മനുവിനോട് എന്താടാ മോനെ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മനു പറയാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കുമോ എന്ന ചിന്തയും ഗംഗാധരൻ്റെ മനസ്സിലുണ്ട്. ഗംഗാധരൻ ചോദിക്കാതെ തന്നെ മനു പറഞ്ഞു തുടങ്ങുകയാണ്, വെല്ലിച്ച, എനിക്ക് എങ്ങനെയാണിത് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് പോലും അറിയില്ല. ഇവിടെ എന്താ വെല്ലിച്ച ഈ വൈജാൻറ്റി ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് പറഞ്ഞപ്പോഴേ ഗംഗാധരന് വൈജയുടെ കുറ്റമാണെന്നും അവിടെ അലീനയ്ക്ക് വേണ്ടിയിട്ട് വൈജ വീണ്ടും യുദ്ധം തുടങ്ങിയെന്നൊക്കെ സ്വയം ചിന്തിച്ചു കൂട്ടുകയാണ് ഗംഗാധരൻ. എന്നാൽ മനു വീണ്ടും പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയെന്നറിഞ്ഞിട്ടും താനാണ് എല്ലാത്തിനും കൊണ്ടും ഈ ലോകത്തിൽ നീറ്റെന്നും
തന്നെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ എന്നൊക്കെയാണ് വൈജ ആൻറ്റിയുടെ ചിന്ത. എനിക്ക് മനസ്സിലാവുന്നില്ല വല്യച്ഛ, ഇവരെന്നാണ് നന്നാവാൻ പോകുന്നതെന്ന്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയതായിട്ട് എന്താടാ മോനെ വൈജയുടെ പ്രശ്നങ്ങൾ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, പുതിയതായിട്ടല്ല വല്യച്ഛ, എത്രയൊക്കെയോ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയതാണ് വൈജ ആൻറ്റിയെ. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും വൈജ ആൻറ്റി ഒതുങ്ങി നിന്നപ്പോൾ എല്ലാവരും കരുതി ഇനിയെങ്കിലും വൈജ ആൻറ്റി നന്നാവുമെന്ന്. അവരുടെ ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. അലീനയും കൃഷ്ണമോളും രോഹിത്തും ബബിതയും അവർ 4 ആളും സഹോദരങ്ങളെ പോലെ ഒന്നായി ജീവിക്കാൻ തുടങ്ങി. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ തൻ്റെ മക്കളെക്കാളേറെ തൻ്റെ ഭാര്യയിൽ ആദ്യ കാമുകനിലുണ്ടായ മകളെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഏത് വീട്ടിലാണ് വല്യച്ഛ സംഭവിക്കുന്നത്? പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ ചിന്തിക്കാൻ നിങ്ങളുടെ സഹോദരിക്ക് കഴിയാതെ പോയതെന്ന്. മനു ഓരോ വാക്കുകൾ പറയുമ്പോഴും അതെല്ലാം സത്യമാണെന്ന് ഗംഗാധരന് അറിയാം. എങ്കിലും പുതിയ പ്രശ്നം എന്താണെന്ന് മാത്രം ഗംഗാധരന് മനസ്സിലാവുന്നില്ല. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇപ്പോൾ സംഭവിച്ചത്? അവൾ വീണ്ടും ബാലചന്ദ്രനെതിരെ വക്കീൽ കേസ് കൊടുത്തോ, അതോ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, പ്രശ്നങ്ങളെ പുതിയതായിട്ട് ആൻറ്റി തന്നെ സൃഷ്ടിക്കുകയാണ് വല്യച്ഛ. ഇപ്പോൾ ശരണ്യയെയും രോഹിത്തിൻ്റെയും കാര്യം തന്നെ വല്യച്ഛനെ അറിയാവുന്നതല്ലേ. കഴിഞ്ഞ ദിവസം രോഹിത്ത് ആ കുട്ടിയുമായി ബാംഗ്ലൂരിൽ നിന്നും നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വന്നിരുന്നു. അതെയോ? അതെന്തായാലും നന്നായി. പാവം, അവന് അങ്ങനെ ഒരു മനസ്സലിവുണ്ടായല്ലോ. ഒരു വലിയ തെറ്റിൽ നിന്നാണ് അവൻ അവൻ്റെ ജീവിതം ശരിയാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി അവൻ അങ്ങനെ ഇതിലും വലിയൊരു തെറ്റിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇനി അവൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റിലൂടെയും സഞ്ചരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഗംഗാധരൻ പറയുകയാണ്. എന്നാൽ അതേസമയം മനു പറയുന്നുണ്ട്, ആരുടെയൊക്കെയോ ദൈവഭാഗ്യം കൊണ്ടാണ് അവരുടെ കുടുംബം ഇന്ന് ഏറ്റവും വലിയൊരു നാണക്കേടിൽ നിന്നും തല ഉയർത്തി നിൽക്കുന്നത്. അവൻ ആവർത്തിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്, അവൻ്റെ 3 സഹോദരിമാരെ പോലെ തന്നെയാണ് അവന് ശരണ്യയെന്ന്. അവൻ്റെ 3 സഹോദരിമാർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് എന്തു കാര്യവും അവൻ ശരണ്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ആൻറ്റിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആൻറ്റി അവൻ ആ കുട്ടിയുമായി വന്നപ്പോൾ തുടങ്ങി ആ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ വീട്ടുകാർ അവളെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വന്നിരുന്നു വല്യച്ഛ, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അതുകൂടാതെ തന്നെ വല്യച്ഛൻ ഒരു കാര്യം കൂടി ചിന്തിക്കണം. രോഹിത്ത് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനുണ്ടായൊരു സാഹചര്യം അത് നീ പറയാതെ തന്നെ എനിക്കറിയാമടാ മോനെ. രോഹിത്തിനെ സപ്പോർട്ടായിട്ട് അവൾ കോടതിയിൽ മൊഴി കൊടുത്തതോടെ അവൾ നാട്ടിലും വീട്ടിലും കൊള്ളരാത്തവളായി മാറിയല്ലേ. അതൊക്കെ അന്നേ ഞാൻ അറിഞ്ഞതാ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും രോഹിത്ത് അവളെ കൊണ്ടുവന്നത്, അല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ മനു അതിശയത്തോടുകൂടി പറയുന്നുണ്ട്, അവിടെ നിൽക്കുന്ന വെല്ലിച്ചനെ പോലും എത്ര ക്ലിയറായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലായത്. തൻ്റെ മകൻ പോലും അവൻ്റെ സഹോദരിയാണ് ശരണ്യ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക്. പിന്നെ അവൻ ആരെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നപ്പോൾ പോലും വെല്ലിച്ചൻ്റെ സഹോദരി ഇത്രയും മോശമായിട്ടാണ് അവരോട് പെരുമാറിയതെന്നറിയാമോ? ആ കുട്ടിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് അവൾ വീട്ടിലേക്ക് പോവാതെ അവളെ കാണാനായി അവളുടെ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒരല്പസമയത്തേക്ക് വന്നത്. അവരെ അത്രത്തോളം നാണം കെടുത്തിയാണ് അവിടെ നിന്നും ആൻറ്റി ശ്രമിച്ചത്. എന്നാൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നും നടക്കില്ലല്ലോ. അവരുടെ മുമ്പിൽ മാക്സിമം ആൻറ്റിയെ നാണം കെടുത്തിയെന്നാണ് അലീനയ്ക്കൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ആൻറ്റിയുടെ വല്ല പഴയ കഥകൾ ആ സമയത്തെ ദേഷ്യത്തിനെ അങ്കിള് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു മാക്സിമം ബുദ്ധി ആൻറ്റിക്കില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ടിപ്പോൾ എന്താടാ മോനെ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്നോ? വെല്ലിച്ച, ഏറ്റവും വലിയ തരം താഴ്ന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ സഹോദരി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വെല്ലിച്ചന് കേൾക്കണോ? വെല്ലിച്ചൻ തന്നെ ഇത് കേൾക്കണം.
കാരണം വലിയൊരു പദവിയിൽ നിന്നും പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരു സഹോദരന് തൻ്റെ സഹോദരിയിലുണ്ടായ ഓരോ പ്രവർത്തികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക തന്നെ വേണമല്ലോ. അവളെ കൊടുക്കാനായിട്ടേ ആ ശരണ്യ എന്ന് പറയുന്ന ആ പാവം പെങ്കൊച്ചിനെ വീട്ടിൽ നിന്നും ഓടിച്ചു വിടാൻ, ഒരിക്കലും അവൾ ആ വീട്ടിൽ കയറാതിരിക്കാൻ ചെയ്ത പ്രവൃത്തി, അവളെ പോലീസിന് ഒറ്റിക്കൊടുക്കുക. എന്തു പറഞ്ഞാണ് ഒറ്റിക്കൊടുത്തതെന്നറിയാമോ? അവളുടെ ബാഗിൽ മയക്കുമരുന്നുണ്ടെന്ന്. ബാംഗ്ലൂരിൽ നിന്നും വന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിരവധി ലഹരി പദാർത്ഥങ്ങളുണ്ടെന്ന്. ഇതായിരുന്നു ആൻറ്റി പോലീസിൽ അറിയിച്ച വിവരം. എങ്ങനെയുണ്ട് വലിച്ചന്? കേട്ടിട്ടെന്ത് തോന്നുന്നു? നീ എന്തൊക്കെയാണ് മനു ഈ പറയുന്നത്? വൈജ തന്നെയാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇതൊന്നുമല്ല വലിച്ച. അതുകൂടാതെ ആൻറ്റിയുടെ ബാങ്കിലെ ഒരു സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി ലഹരി വസ്തുക്കളൊക്കെ സംഘടിപ്പിക്കുകയും ആ കുട്ടിയുടെ ബാഗിൽ കൊണ്ടുവന്ന് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കാനും അതൊക്കെ വിളിച്ച് പോലീസുകാരോട് പറയാനും പോലീസ് റെയ്ഡിന് വരികയും ആ കുട്ടിയുടെ ബാഗിൽ നിന്നത് കണ്ടെത്തുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് വലിച്ച അവിടെ നടന്നത്. എന്നിട്ടിപ്പോൾ ആ കുട്ടിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്നാണോ നീ ഈ പറഞ്ഞു വരുന്നത്? ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ഉള്ളപ്പോൾ നടക്കുമെന്ന് വെല്ലിച്ചന് തോന്നുന്നുണ്ടോ? കഥ വേറെ രീതിയിലാണ് വെല്ലിച്ച മാറിക്കിടക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ സഹോദരിയെ തന്നെയാണ്. അതെന്താ മനു അങ്ങനെ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ വെല്ലിച്ച? ആ വീട്ടിൽ കയറി വന്ന് അവർ സംരക്ഷിക്കുന്ന ഒരു കുട്ടിയെ ആൻറ്റി വെറുതെ ഒരു ആവശ്യമില്ലാത്ത കേസ് കൊടുക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി നോക്കി നിൽക്കുന്നതാണോ വെളിച്ചം കരുതുന്നത്? അദ്ദേഹം തിരിച്ചടിച്ചു ഓൺ ദ സ്പോട്ട് തന്നെ, അല്ലാതെ കാത്തൊന്നും ഇരുന്നില്ല. ആ കേസ് ആ സമയം തെളിയിച്ചു തന്നാൽ ഇത് കൊണ്ടുവച്ചവനെ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ബാലചന്ദ്രൻ അങ്കിളിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ SIക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എസ് എന്ന് മൂളി. അതേപോലെ തന്നെ അതേ സമയം കൊണ്ട് തന്നെ ആ കേസിൻ്റെ വഴിത്തിരിവ് അങ്കിൾ അവിടെ കാണിച്ചു കൊടുത്തു. കൂടെ രോഹിത്തും. അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന CCTV ദൃശ്യങ്ങളും ആൻറ്റി കോൾ ചെയ്തതും ബാങ്കിൽ നിന്നും ക്യാഷ് എടുത്തതും ഇതൊക്കെ സംഘടിപ്പിക്കാൻ ആൻറ്റി യൂസ് ചെയ്ത ക്യാഷും എല്ലാം. പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണം? അയാൾ കൊണ്ടുവന്ന ബാഗ് അടക്കം ആൻറ്റി ഒളിപ്പിച്ച സ്ഥലത്ത് നിന്നും ബാലചന്ദ്രൻ അങ്കിള് പൊക്കിക്കൊണ്ടുവന്ന് SIയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് SIയോട് ചോദിച്ചു, ഇത് കൈകാര്യം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരണമെന്നു. എല്ലാം ഇനി ഞാൻ വിശദീകരിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ആ ചാപ്റ്റർ അവിടെ അവസാനിച്ച് നിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് തുടക്കമിടേണ്ടത് നമ്മളാണ് വെല്ലിച്ച. കാരണം അലീനയുടെ അനിയത്തി ഉണ്ടല്ലോ, രേവതിക്കുട്ടി, അവൾ നിൽക്കുന്ന വീട്ടിലെ റിലേറ്റീവാണല്ലോ നമ്മുടെ DYSP. അങ്ങനെയാണല്ലോ അന്ന് അലീനയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. അവരുടെ സഹായത്തോടു കൂടി അലീന ഇതിൻ്റെ കേസിൻ്റെ നീക്കങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ബാലചന്ദ്രൻ അങ്കിള് പറ്റില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞു. അലീന ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവൾക്ക് എന്നെ വിളിച്ച് പറയാനുള്ള സമ്മതം പോലും ബാലചന്ദ്രൻ അങ്കിള് കൊടുത്തത്. അങ്കിള് ചിന്തിച്ച് കാണും, ആൻറ്റിയുടെ കുടുംബക്കാർ തന്നെ അവളെ ഈ കേസിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇറക്കിക്കോട്ടെ എന്ന്. അങ്കിളിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ അങ്കിളിൻ്റെ 3 മക്കളും. അവിടെ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ആൻറ്റി തന്നെയാണ്. എന്നിട്ട് പോലും ആൻറ്റിക്ക് ഒരല്പം ബോധം വയ്ക്കുന്നില്ലല്ലോ എന്നാണോ വിളിച്ച ഞാൻ ചിന്തിക്കുന്നത്. അലീന വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ലെന്ന്. മുത്തശ്ശിക്ക് എഴുന്നേറ്റൊക്കെ ഇപ്പോൾ നടക്കാമെങ്കിലും മുത്തശ്ശിക്ക് എന്തോ മടി കാരണം മുത്തശ്ശി അങ്ങനെ എഴുന്നേറ്റ് നടക്കാറൊന്നുമില്ലെന്ന്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ല വിളിച്ച. ഞാൻ ആരെയാണ് പോയി കാണേണ്ടത്? ഏത് വക്കീലിനോടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്? ഹരിയുടെ കേസും ഒരിടത്ത് നടക്കുന്നു. അതുകൂടാതെ ഇനി ഞാൻ വേറൊരു വക്കീലിനെ അന്വേഷിച്ച് നടക്കണം. എനിക്ക് വയ്യ വിളിച്ച. എല്ലാം കൊണ്ടും ജീവിതം തന്നെ മടുപ്പായ പോലെയാണ്. വീട്ടിൽ പോകാൻ പോലും എനിക്കിപ്പോൾ നിവർത്തിയില്ല. വീട്ടിൽ ചെന്നാൽ ഞാൻ അലീനയെ കണ്ട് ഹരിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന പരാതി. ഞാൻ എന്താണ് വിളിച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ അലീന വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനു വേണ്ടിയും ഞാനത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ
അവളെന്താ വല്യച്ഛാ വിചാരിക്കുക? കാരണം അവളുടെ അമ്മയെക്കുറിച്ചാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയെക്കുറിച്ചിട്ടാണ് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞത്. ഇത് രണ്ടും എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? എനിക്കറിയില്ല വല്യച്ഛ, ഞാൻ ഏത് വഴിക്കാണ് ഇതിന് വേണ്ടിയിട്ട് നടക്കേണ്ടതെന്ന്. മനുവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കും മനു. ഇതിന് എന്താണ് വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് നിന്നെ വിളിക്കാം. നീ അലീനയോടും വിളിച്ച് പറഞ്ഞേക്ക് സമാധാനമായിട്ടിരിക്കാൻ. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന്. മനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഗംഗാധരൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.